കാഴ്ചകൾ കാണാനാണ് നമുക്ക് കണ്ണുകൾ അല്ലേ. കണ്ട കാഴ്ചകൾ എഴുതാനാണെങ്കിലോ കൈ കൊണ്ട് എഴുതും. കൈയില്ലാത്തവർ കാലുകൊണ്ട് എഴുതുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. എന്നാൽ കണ്ട കാഴ്ചകൾ കണ്ണുകൊണ്ട് തന്നെ എഴുതിയാലോ? കൊല്ലം സ്വദേശിയായ PS കൃഷ്ണകുമാർ കണ്ണുകൊണ്ട് എഴുതിയ നൂറ്റാണ്ടുകളുടെ നടകളിൽ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു. കൃഷ്ണകുമാറിനെ പരിചയപ്പെടാം, ഒപ്പം ആ പുസ്തകത്തെക്കുറിച്ചും അറിഞ്ഞു വരാം. എല്ലാവരെയും പോലെ PS കൃഷ്ണകുമാറിനും ആഗ്രഹങ്ങളും തീരുമാനങ്ങളും ഏറെയുണ്ട്. പക്ഷേ അവയുടെ പ്രായോഗികതയിൽ നമുക്ക് സംശയം തോന്നും. കാരണം സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിച്ച കൃഷ്ണകുമാറിൻ്റെ ജീവിതം ഒരു ചക്രക്കസേരയിലാണ്. കൃഷ്ണകുമാറിനൊപ്പം വളരുന്ന രോഗാവസ്ഥയുടെ തീവ്രതയോ ശാരീരിക പ്രയാസങ്ങളോ ഒന്നും കൃഷ്ണകുമാറിൻ്റെ ആഗ്രഹത്തിനും തീരുമാനത്തിനും തടസ്സമല്ലെന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നൂറ്റാണ്ടുകളുടെ നടകളിലെന്ന പുസ്തകം. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്ന കൃഷ്ണകുമാർ ചോള, പാണ്ഡ്യ, പല്ലവ രാജവംശങ്ങളുടെ കഥകൾ തേടി തമിഴ്നാട്ടിലൂടെ നടത്തിയ യാത്രയുടെ കഥയാണ് നൂറ്റാണ്ടുകളുടെ നടകളിലൂടെ പറയുന്നത്. രാമേശ്വരത്തേക്ക് പോകുന്ന വഴി, രാമേശ്വരം എത്തുന്നതിന് തൊട്ട് മുൻപുള്ള കടൽക്കരയത്, കടലിനോട് ചേർന്ന് ഞാൻ ഇരുന്ന് ഒരു 10 മിനിറ്റോളം കടലിനെ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട്. അത് യാത്രയിൽ ഏറ്റവും മനോഹരമാണ്. കൃഷ്ണകുമാറിന്റെ എഴുത്തുരീതിക്ക് ചില സവിശേഷതകളുണ്ട്. കണ്ണും നാവും മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം കൃഷ്ണകുമാറിന് ചലിപ്പിക്കാൻ കഴിയൂ. അതിനാൽ ഐ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ണുകൾ കൊണ്ടാണ് കൃഷ്ണകുമാർ പുസ്തകം രചിച്ചത്. ഒരു ടോബിൾ ഐ ഗേസ് എന്നൊരു ഡിവൈസ് ഉണ്ട്. അത് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയ ആളുകൾക്ക് സംസാരിക്കാനും അവർക്ക് കണക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സോഴ്സാണ്. അപ്പോൾ ആ ഡിവൈസ് വഴിയാണ് ഞാൻ പുസ്തകം മുഴുവൻ ടൈപ്പ് ചെയ്തത്. ഈ പുസ്തകം എന്നാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്, എൻ്റെ വാട്സപ്പ്, ഞാൻ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നത് ആ ഡിവൈസ് ത്രൂ ആണ് ആക്ച്വലി. കൊച്ചി കാക്കനാട് മാതൃഭൂമി ബുക്സിൽ നടന്ന ചടങ്ങിൽ കൃഷ്ണകുമാറിന്റെ അമ്മ ശ്രീലത എഴുത്തുകാരൻ VM രാജ്മോഹനൻ നൽകി നൂറ്റാണ്ടുകളുടെ നടകളിൽ പ്രകാശനം ചെയ്തു. ഏറ്റവും സ്വാതന്ത്ര്യമുള്ളയാളോടും ഏറ്റവും മര്യാദയോടെ പെരുമാറുന്ന ആളാണ് കൃഷ്ണകുമാർ എന്ന് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഷൗക്കത്ത് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ റിപ്പോർട്ട് കാണുമ്പോൾ ശരിക്കും നമുക്ക് 2 കാര്യങ്ങളാണ് എടുത്ത് പറയേണ്ടത് അല്ലേ. ഒന്ന്, നമ്മുടെ സാങ്കേതിക വിദ്യ എത്രത്തോളം വളർന്നു എന്നതാണ് അല്ലേ. ഐ ട്രാക്കിംഗ്, കണ്ണുകൾ കൊണ്ട് കൃഷ്ണകുമാറിന് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ഐ ട്രാക്കിംഗ് എന്നൊരു സംവിധാനം കൃഷ്ണകുമാറിന് ഒരു പുസ്തകം എഴുതാൻ സഹായിച്ചു എന്നതാണ്. രണ്ടാമത്, കൃഷ്ണകുമാർ എന്ന വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങൾ തേടിപ്പിടിക്കാൻ, അതിലേക്ക് എത്തിപ്പിടിക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് എന്നൊരു ചിന്ത സ്വയം നമുക്ക് തോന്നുമല്ലേ കൃഷ്ണകുമാറിനെ നമ്മൾ കാണുമ്പോൾ. കൃഷ്ണകുമാറിന് പരിമിതികളുണ്ട്, പക്ഷേ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാതെ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് അവിടെ നിന്നുകൊണ്ട് കണ്ട കാഴ്ചകൾ ഒരു പുസ്തകമായി എഴുതിയിരിക്കുകയാണ് കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിനെ കുറിച്ച് കൂടുതൽ പറയാൻ അരുൺ ശങ്കർ നമുക്കൊപ്പം ചേർന്നുണ്ട്. അരുൺ, പറയൂ കൃഷ്ണകുമാറിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ. പരിമിതികൾക്ക് പുതിയ നിർവചനം തീർത്തിരിക്കുകയാണ് PS കൃഷ്ണകുമാർ. പരിമിതികൾ എന്ന് പറയുന്നത് സാധ്യതകളുടെ അവസരങ്ങളായിട്ടാണ് PS കൃഷ്ണകുമാർ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞത്. 6 മാസം ഉള്ളപ്പോഴാണ് SMA സ്ഥിരീകരിക്കുന്നത്. അതിനുശേഷം ആ രോഗാവസ്ഥ കൃഷ്ണകുമാറിനൊപ്പം വളർന്നു, ഈ അവസ്ഥയിൽ എത്തിച്ചു. ശരീരത്തിൽ നാവും കണ്ണും മാത്രമേ സ്വന്തം ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ കഴിയുകയുള്ളൂ. മറ്റുള്ളതൊക്കെ കൃഷ്ണകുമാറിൻ്റെ ഇഷ്ടപ്രകാരം ചലിപ്പിക്കാൻ കഴിയില്ല. ആ മനുഷ്യനാണ് ഇങ്ങനെയൊരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ചരിത്രമാണ് ഏറെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കും. അങ്ങനെയാണ് പാണ്ഡ്യ, ചോള രാജവംശങ്ങളുടെ കഥകളൊക്കെ മനസ്സിൽ കയറിക്കൂടുന്നത്. അതറിയുമ്പോഴാണ് തനിക്ക് ഇവിടെയൊക്കെ സന്ദർശിക്കണമെന്നൊരു ആഗ്രഹം മുളപൊട്ടുന്നത്. അങ്ങനൊരു ആഗ്രഹം ആ ഒരു മനസ്സിൽ മുളപൊട്ടുമ്പോൾ നമുക്ക് തോന്നും അത് സാധ്യമല്ല എന്നുള്ളത്. പക്ഷേ കൃഷ്ണകുമാറിനറിയാം അത് സാധ്യമാകും. കാരണം തൻ്റെ പരിമിതികൾ ഒരിക്കലും തനിക്കൊരു തടസ്സവുമായിട്ടില്ല. അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ് ചെയ്തത്. ആ യാത്രയിലൂടെ കണ്ട കാഴ്ചകളാണ് അദ്ദേഹം നൂറ്റാണ്ടുകളുടെ നടകളിൽ എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ആമുഖത്തിൽ, വീട്ടിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എഴുതുന്ന ആ സ്ഥലത്ത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും അത് കാണുമ്പോഴാണ് എനിക്ക് എല്ലാ നിരാശയിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയുന്നത്. എന്തോ ഒരു ശക്തി അദ്ദേഹത്തിന് അവിടെ നിന്ന് ആ വാചകങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോലും നമുക്കൊക്കെ അത് ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് തോന്നും. കാരണം എല്ലാം ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെയാണ് നമ്മൾ ഭൂരിപക്ഷവും. പക്ഷേ കൃഷ്ണകുമാർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നു എന്ന് സ്വയം ചിന്തിച്ചു പോകും. ഈ നേരത്തെ പറഞ്ഞ പോലെ കണ്ണും
നാവ് മാത്രമേ അനക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എങ്ങനെ എഴുതും എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചൊരു ചോദ്യമാണ്. പക്ഷേ അവിടെയും അദ്ദേഹത്തിനെ പിന്തുണച്ചത് സാങ്കേതിക വിദ്യയാണ്. ഐ ട്രാക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ണിൻ്റെ ചലനങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ആ പുസ്തകം രചിച്ചിരിക്കുന്നത്. എന്തായാലും ആ മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ നമുക്ക് സല്യൂട്ട് ചെയ്യേണ്ടി തന്നെ വരും. കാരണം നമുക്കെല്ലാം പ്രചോദനമായി സല്യൂട്ട് കൊടുക്കുകയാണ് കൃഷ്ണകുമാറിന്. അതോടൊപ്പം കൃഷ്ണകുമാറിന്റെ ഈ യാത്ര തുടരട്ടെ. ഈ കാണുന്ന കാഴ്ചകളൊക്കെ കൃഷ്ണകുമാർ പുസ്തകമായി എഴുതട്ടെ. അതൊക്കെ വായിക്കാൻ നമുക്കും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെ നേരുകയാണ്. ശരി.